ഇന്ന് നമുക്കൊരു ലെമൺ റൈസിന്റെ റെസിപ്പി കാണാം. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ലെമൺ റൈസിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് നമുക്കൊരു യാത്രയൊക്കെ ചെയ്യേണ്ടി വന്നാല് ഹോട്ടലുകളിലൊക്കെ ഇറങ്ങി ഒരു ഫുഡ് മേടിക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ യാത്രകളിലൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഒരു റൈസ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ അരി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അരി നല്ലതുപോലെ കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്തി വെച്ച് അരിപ്പയിൽ കോരി വെച്ചിരിക്കുന്നതാണിത്. വെള്ളം കളഞ്ഞ് വെക്കണം. ഇതിനി നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു സവാള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു പച്ചമുളക്, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 5 ഗ്രാമ്പൂ ഇത്ര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് കൂടാതെ ഈ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞും വെക്കണം. എരിവിന്റെയും വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി എടുക്കാം. ഇനി നമുക്ക് ഈ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് പൊട്ടുകടല 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പീനട്ടാണ്, നിലക്കടല. കടലെന്നും കപ്പലണ്ടിന്നും എല്ലാം പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഉപ്പില്ലാത്ത പ്ലെയിൻ പീനട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പൊട്ടുകടലയും പീനട്ടും ഒക്കെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. പൊക്കമുള്ള കുക്കറായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെരിച്ച് കാണിക്കുന്നത്. ഇപ്പൊ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 5 ഗ്രാമ്പു ഒന്ന് ചതച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. 2 ഉണക്കമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിടുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് അല്പം മുൻപിൽ നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അരി ചേർക്കുമ്പോൾ അത് പാകമാവുള്ളൂ. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. ഇപ്പൊ ഇവിടെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊന്ന് കുക്കർ മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി ഈ കുക്കറിന്റെ ആവി വരുന്ന ഈ ഹോളിലൂടെ നല്ല ശക്തിയിൽ ആവി പുറത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ വെയിറ്റ് ഇട്ട് അവിടെ തീ ഓഫ് ചെയ്ത് വെക്കാം. ഈ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെയിറ്റ് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് വിടാം. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഈ ലെമൺ റൈസ് ഉണ്ടാക്കാം. ഞാൻ ഇതിനു മുമ്പ് കുക്കറിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഒട്ടും കുഴയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ശക്തിയിൽ ആവി പുറത്തോട്ട് വന്ന സമയത്ത് ഞാൻ കുക്കറിന്റെ വെയിറ്റ് അവിടെ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റോളം അവിടെ വെക്കുക. അതിനുശേഷം ഈ കുക്കറിന്റെ വെയിറ്റ് ഒന്ന് പതുക്കെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ ആവി കംപ്ലീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇത് പാകമായിട്ടുണ്ട്. ഇപ്പം 30 മിനിറ്റ് ഒക്കെ ആയി, ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഈ പീനട്ടും പൊട്ടുകടലൊക്കെ ഇപ്പൊ ഇവിടെ മുകളിൽ പൊങ്ങിക്കിടക്കുവാണ്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നല്ലപോലെ ഇളക്കി ഈ പീനട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ റൈസ് ആണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പൊട്ടുകടല ഇല്ലാത്തവർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പീനട്ട് എന്തായാലും നിങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. പീനട്ട് കൂട്ടിയിട്ട് ഈ റൈസ് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് യാത്രയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ ലെമൺ റൈസിൻ്റെ ഈ റെസിപ്പി. കറികളൊന്നും കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിക്കിള് കൂട്ടിയിട്ടാണേലും നമുക്കിത് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി എഴുതി കൊടുക്കാം. കാരണം ആ മഞ്ഞൾപ്പൊടിയും ഗ്രാമ്പൂ ചതച്ചതും വറ്റൽമുളകും ചേർക്കുന്ന ഭാഗം വിട്ടുപോയായിരുന്നല്ലോ കാണിക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. അതിൽ റെസിപ്പി ഞാൻ എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആയിക്കോളും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.